Hi friends, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ NSC സീരീസിലുള്ള സോളാർ ലൂമിനസിൻ്റെ തന്നെ NSC സീരീസിലുള്ള സോളാർ ഇൻവെർട്ടറിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഈ ഇൻവെർട്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇൻവെർട്ടർ വാങ്ങാൻ പോകുന്ന ആളായാലും ഇൻവെർട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളായാലും ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ഭാവിയിൽ കുറേ ദോഷം ചെയ്യും. അപ്പോൾ ഈ ഇൻവെർട്ടറിനെ പറ്റിയാണ് മുഴുവൻ കാര്യങ്ങൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ്. എന്താണ് ഹൈബ്രിഡ് ടെക്നോളജി? ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഇൻവെർട്ടറിൽ സോളാറിൽ നിന്നും ഗ്രിഡിൽ നിന്നും ചാർജ് ചെയ്യാൻ പറ്റും. രണ്ട് ഇതിൽ നിന്ന്, അതായത് KCBയിൽ നിന്നും സോളാറിൽ നിന്നും നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ഹൈബ്രിഡ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇത് ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് നമ്മുടെ ഇൻവെർട്ടറിൽ ഇല്ല. അതായത് KCBയിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള അവിടെ അത് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് നമ്മുടെ ഇതിലില്ല. അതുകൊണ്ട് തന്നെ രാവിലെ അത് സോളാറിൽ പ്രവർത്തിക്കുകയും രാത്രി കഴിയുമ്പോൾ സോളാർ പോയി കഴിയുമ്പോൾ നമ്മൾ KCBയിലേക്ക് നമ്മുടെ ഇത് ചേഞ്ച് ഓവർ ആവും. അതിനുശേഷം ബാറ്ററി ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ആ ബാറ്ററി ചാർജ് ചെയ്യാൻ നമ്മുടെ ഗ്രിഡിൽ നിന്ന് എടുത്തായിരിക്കും നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻവെർട്ടറിൽ നമ്മൾ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇതാണ് ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരുടെയും ഡൗട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് ചാർജ് കൺട്രോളറാണെന്ന്. അപ്പോൾ ചാർജ് കൺട്രോളർ രണ്ട് ടൈപ്പാണുള്ളത്, Mppt ചാർജ് കൺട്രോളർ ആൻഡ് PWM ചാർജ് കൺട്രോളർ. ഞാൻ ആദ്യമേ പറയുന്നു, നമ്മുടെ 750 VA മുതൽ 1800 VA വരെയുള്ള NSC സീരീസിലുള്ള ഇൻവെർട്ടറുകളിൽ PWM ചാർജ് കൺട്രോളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1800 VA മുതൽ മുകളിലേക്ക് 3 kW 5 kW അങ്ങനെ മുകളിലേക്കുള്ള സിസ്റ്റത്തിലൊക്കെ Mppt ചാർജ് കൺട്രോളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. PWM സോളാർ ചാർജ് കൺട്രോളറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് എഫിഷ്യൻസി കുറവായിരിക്കും. അതായത് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന എഫിഷ്യൻസി കുറവായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് PWM ചാർജ് കൺട്രോളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ പുറത്ത് ഒരു Mppt വെച്ച് കൊടുക്കുവാൻ പറ്റും. Mppt ചാർജ് കൺട്രോളർ ഇൻവെർട്ടറിൽ എങ്ങനെ വെക്കണമെന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഐ കാർഡിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി അത് കാണാവുന്നതാണ്. നമ്മൾ അഡീഷണൽ ഒരു Mppt ഇതിനകത്ത് വെക്കണതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ PWM സോളാർ ചാർജ് കൺട്രോളിനെ അപേക്ഷിച്ച് Mppt സോളാർ ചാർജ് കൺട്രോളിന് എഫിഷ്യൻസി കൂടുതലാണ്, അതായത് കാര്യക്ഷമത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി അതായത് സോളാർ പാനലിൽ എന്തോരം എനർജി ഉൽപ്പാദിപ്പിക്കുന്നു അത്രയും എഫിഷ്യൻസിയോടെ നമുക്ക് താഴേക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് Mppt വെക്കുന്നതിൻ്റെ കാരണം. Mppt സോളാർ ചാർജ് കൺട്രോൾ നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ സേവിങ് കൂടുതലായിരിക്കും. അതായത് നമുക്ക് യൂണിറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്, യൂണിറ്റ് സേവിങ് നമുക്ക് കൂടുതൽ ലഭിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PWM സോളാർ ചാർജ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബാറ്ററി ചാർജ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. പക്ഷേ നമ്മൾ Mppt വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് നടക്കും. കാരണം നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ആംബിയറാണ് കൂടുതൽ വേണ്ടത്. Mppt എന്ന് പറഞ്ഞാൽ ആംബിയർ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ Mppt വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ബാറ്ററി ചാർജ് ചെയ്യാനും പെട്ടെന്ന് സോളാറിലേക്ക് ചേഞ്ച് ഓവർ ആവാനും പറ്റും. പിന്നെ നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് രാവിലെ സൂര്യൻ വന്നു കഴിയുമ്പോൾ സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന എനർജി എടുത്ത് നമ്മുടെ ഇൻവെർട്ടർ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കും. ബാറ്ററി ചാർജ് ഫുള്ളായി മനസ്സിലാക്കി നമ്മൾ ഇൻവെർട്ടർ KCB ലൈൻ കട്ട് ചെയ്യും. അതായത് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുത്തേക്കുന്ന ഗ്രിഡ് അവിടെ ലൈൻ കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ KCBയിൽ രാവിലെ എന്തൊക്കെയാണ് ലോഡ് ചെയ്തിരിക്കുന്നത് അതൊക്കെ സോളാറിലായിരിക്കും പ്രവർത്തിക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും PWM ചാർജ് കൺട്രോൾ ആയാലും സോളാറിലേക്ക് മാറില്ലേ എന്ന്. നമ്മുടെ പിന്നെ എന്തിനാണ് Mppt വെക്കുന്നതെന്ന്. PWM സോളാർ കൺട്രോളിനെ അപേക്ഷിച്ച് നമ്മുടെ Mppt ചാർജ് കൺട്രോളിന് കൂടുതൽ എഫിഷ്യൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് നടക്കാനും സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് Mppt വെക്കുന്നതിൻ്റെ കാരണം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സോളാർ പാനലിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. അതായത് സോളാർ പാനലിന് കിട്ടുന്ന വോൾട്ടും ആംബിയറും കൂട്ടിയാണ് വാട്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് വോൾട്ട് കിട്ടും, പക്ഷെ നമുക്ക് ആംബിയർ കുറവായിരിക്കും. ആംബിയറും വോൾട്ടും കൂട്ടിയാണ് നമുക്ക് വാട്ട്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സോളാറിലേക്ക് മാറി കഴിയുമ്പോൾ നമ്മൾ ആംബിയറും വോൾട്ടും കൂട്ടി വാട്ട്സ് എന്തോരം വാട്ട്സ് സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും ലോഡ് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ സോളാറിൽ നിന്ന് ഇപ്പോൾ കുറച്ച് കിട്ടണുള്ളൂ, നമുക്ക് സോളാറിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലസ് ബാറ്ററിയിൽ നിന്നൊക്കെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ എന്തായാലും സോളാർ പാനലിൽ നമുക്ക് ആംബിയർ കിട്ടില്ല, വോൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അതേസമയം നമ്മുടെ ഇൻവെർട്ടർ നേരെ ത്രൂ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് എടുത്തായിരിക്കും നമ്മുടെ ലോഡ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് ചേഞ്ച് ഓവർ ആവുന്നത്. അതായത് ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ബാറ്ററി ചാർജ് ഫുള്ളായി കഴിഞ്ഞ ശേഷം ചേഞ്ച് ഓവറായി, സോളാറിലേക്ക് ചേഞ്ച് ഓവറായി. അപ്പോൾ പിന്നെ ബാറ്ററിയിൽ നിന്ന് എടുത്ത് പ്രവർത്തിക്കും. ബാറ്ററിയിൽ നിന്ന് എടുത്ത് പ്രവർത്തിച്ച് ബാറ്ററി ചാർജ് തീരും. ഒരു 10 മണി കഴിയുമ്പോൾ ചിലപ്പോൾ ബാറ്ററി ചാർജ് തരും ലോഡ് ഉപയോഗിക്കുന്നതനുസരിച്ച്. അപ്പോൾ തന്നെ വീണ്ടും KCBയിലേക്ക് മാറും. പിന്നെ KCBയിൽ നിന്ന് ചിലപ്പോൾ ചാർജ് കയറും. സോളാർ ഉണ്ടെങ്കിൽ KCB ചാർജ് ആവില്ല, അല്ലെങ്കിൽ KCBയിൽ നിന്നായിരിക്കും ചാർജ് ആവണേ.
പിന്നെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഐ ചാർജിങ് ആണ്. എന്താണ് ഐ ചാർജിങ്? ഐ ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു പവർ കട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഇൻവെർട്ടർ വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഐ ചാർജിങ് ഓണർ ആണെങ്കിൽ നമ്മൾ കറണ്ട് വരുമ്പോൾ പെട്ടെന്ന് ചാർജിങ് നടക്കും. അതായത് നോർമൽ ചാർജ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ആംബിയറാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഇൻവെർട്ടറിൽ നോർമൽ ചാർജിങ് എന്ന് പറയുന്നത് 10 ആംബിയറിലാണ് ഇൻവെർട്ടർ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഐ ചാർജിങ് ഓൺ ആക്കിയാണെങ്കിൽ 15 ആംബിയറിൽ ചാർജ് വരും. അതാണ് നമ്മൾ കമ്പനി അവകാശപ്പെടുന്നത്. നോർമൽ ചാർജിങ് എന്ന് പറയുന്നത് 10 ആംബിയർ ചാർജിങ്ങും ഐ ചാർജിങ് ഓൺ ആക്കിയ ടൈം 15 ആംബിയറിലേക്കും നമ്മുടെ ഇത് ചാർജിങ് ആവുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജിങ് ആവാനാണ് നമ്മൾ ഈ ഐ ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇൻവെർട്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞോളൂ. ഇൻവെർട്ടറിൻ്റെ റിവ്യൂ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഐക്കാർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേ പിന്നെ ബാക്കിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ ഓളിൽ ഇടാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.